പുറം സൗന്ദര്യം കണ്ടാരെയും നമ്പാൻ നിൽക്കരുത്. വിഷം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കേരളത്തിൽ BJPക്കും RSSനും ഒക്കെ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ വരാറുണ്ട്. ഇവരുടെയൊക്കെ പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആന മണ്ടത്തരവും വിഡ്ഢിത്തരവുമാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇക്ക എന്നാക്കിയിട്ട് ഇക്കയെ പറ്റി പിന്നെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് നമ്മൾ പറഞ്ഞതെന്നോ എന്താണ് അവർ കേട്ടതെന്നോ അവരിൽ നിന്ന് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇക്ക മാത്രമായിരിക്കും. ഇങ്ങനെ കുറേ പ്രൊഫൈൽസ് ഉണ്ട്. ഇന്ന് ഞാനൊരു പ്രൊഫൈൽ കണ്ടു. ആ പ്രൊഫൈലിൽ നിന്ന് ലക്ഷ്മി കണ്ണത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നത് വായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റാണെന്നത് ലക്ഷ്മി എന്നാണ് അവർ പേര്. ഇവരുടെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക മാത്രമേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇക്കയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ മനാഫുമായി ബന്ധപ്പെട്ട് ഈ മനാഫിൻ്റെ വിഷയമൊക്കെ അവസാനിച്ചതാണ്. എന്നാൽ ഇത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മനാഫ് അർജുൻ്റെ ഫാമിലി വിഷയം അവർ തമ്മിൽ സംസാരിച്ച് തീർത്തു. പക്ഷേ ഇപ്പോഴും തീരാത്ത രീതിയിൽ പുറത്ത് ആൾക്കാർ ഇത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനാഫുമായി ബന്ധപ്പെട്ട് ഒരു 24 മണിക്കൂറിന് മുമ്പ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഇവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മലപ്പുറം മനാഫ് മഹാനായ മതേതരൻ 4ൽ ഒരു ബീവിയാക്കാൻ നടത്തിയ ശ്രമമായിരുന്നു ആ പിതാവ് നഷ്ടപ്പെട്ട മകനെ 4ാമത്തെ മകൻ ആക്കും എന്നുള്ള ആ നിഷ്കളങ്കമായ പ്രസ്താവന. ആരേലും എന്തെങ്കിലും അറിഞ്ഞോ കണ്ടോ വല്ലോണോ? അവർ ആ സമയത്ത് പറഞ്ഞ എന്താണ്, ആ ഫാമിലിക്ക് വേണ്ടി ആ 4ാമത്തെ മകനെ പോലെ നോക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനകത്ത് ചിലപ്പം അർജുൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കും, മനാഫുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് അവസാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിങ്ങനെ വട്ടം ചുറ്റിച്ചിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമെന്നും ഈ അർജുൻ്റെ വൈഫിനെ തന്നെ കല്യാണം കഴിക്കാനും 4ാമത്തെ മകനാക്കാനും ഒക്കെ ശ്രമിക്കും എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തു മനുഷ്യരാണ് ഇവരെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഒരു ശശികല KP എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് ഇവർ ഷെയർ പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഈ ശശികല എന്ന് പറയുന്നവരുടെയാണ്, ഹിന്ദു ഐക്യവേദിയുടെ ഒരു ലേഡി ഉണ്ടല്ലോ. മഹാനായ അക്ബറെ പോലെ തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം. അത്തോളി സ്വദേശി രമ്യ നാരായണൻ അത്രേ പുള്ളിയുടെ ബീവി. ലോറിയുടെ പേര് മാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യയുടെ പേര് മാറ്റി തട്ടത്തിൽ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പഴി പറയുന്ന മുസ്ലിങ്ങളെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം, അല്ല പിന്നെ നിങ്ങൾ പച്ച മനസ്സിന് തന്നെ പുള്ളേ എന്നുള്ള രീതിയിൽ ഇവർ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ അർജുൻ്റെയും മനാഫിൻ്റെയും വിഷയത്തിൽ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇവരെ പോലുള്ള ആൾക്കാരാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്. കുറേ ഈ സംഘപരിവാർ അനുകൂല യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ വന്നിട്ട് ഈ മനാഫിന് ആദ്യമേ തന്നെ ഇവരൊരു കള്ളക്കടത്തുകാരനാണ്, ഗോൾഡ് സ്മഗ്ളാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കള്ളത്തടിക്കാരനാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രൊഫൈൽസ് ഒക്കെ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ BJP അല്ലെങ്കിൽ RSS അനുകൂല വലിയ വലിയ പ്രൊഫൈൽസ് ഉണ്ട്. ഈ പ്രൊഫൈൽ കയറി നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇക്കാന്ന് കേൾക്കുന്ന കുറേ ആൾക്കാർ മാത്രമേ ആ പ്രൊഫൈലുള്ളൂ. ഇവർ രാവിലെ എണ്ണീറ്റ് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറ്റി ഒരു വിദ്വേഷം പറയണം, ഉച്ചയാകുമ്പോൾ അടുത്തൊരു വിദ്വേഷം പറയണം, രാത്രിയാകുമ്പോൾ അടുത്തൊരു വിദ്വേഷം പറയണം. ഇത് മാത്രമാണ് ഇവരുടെ പ്രൊഫൈൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്ന കുറച്ച് പ്രൊഫൈൽസ് ഉണ്ട്. ആ പ്രൊഫൈൽസിലെ ഒരെണ്ണമാണ് ഈ ലക്ഷ്മി കണ്ണത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ. ഇവർ ലേഡിയാണെന്നുള്ളതാണ്. ഒരു ഭർത്താവ് മരണപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാമിലി, ഒരാൾ വന്നിട്ട് ആ സമയത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് വളച്ചൊടിച്ച് അത് എന്നൊക്കെ പറഞ്ഞ് ഒരു മുസ്ലിം വിരോധമാക്കി സകലമാന വർഗീയതയെ മിക്സ് ചെയ്ത് വെളിയിലോട്ട് വിടുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ചേച്ചിയെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്. അതാണ് നമ്മൾ പറയുന്നത്, പുറം സൗന്ദര്യം കണ്ടാരെയും നമ്പാൻ നിൽക്കരുത്. വിഷം.